നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഒരു സർക്കിൾ വരച്ച് അതിനെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 2/5 ആണ്. ഈ സർക്കിളിൽ 2/5 നമുക്ക് എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഈ വൃത്തം എന്ന് പറയുന്നതിന്റെ സർക്കിളിന്റെ ഇന്റേണൽ ആംഗിൾ, അതായത് മൊത്തം സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. മൊത്തം സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ചോദ്യം ചെയ്യേണ്ടത് 360നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ താഴെയുള്ള നമ്പർ എത്രയാണോ അതുകൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. ഭിന്നസംഖ്യ ഏതും ആയിക്കോട്ടെ, അതിന്റെ ഡിനോമിനേറ്റർ ഛേദം എത്രയാണോ അതുകൊണ്ട് ഹരിക്കുക. 360നെ ഛേദം കൊണ്ട് ഹരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 72 ഡിഗ്രി എന്നാണ്. 360നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 72 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ വൃത്തം വരയ്ക്കുന്നു, സെന്ററിൽ ഒരു ലൈന് വരയ്ക്കുന്നു, നമ്മുടെ പ്രൊട്രാക്ടർ എടുത്ത് അതിന്റെ മുകളിൽ വെക്കുന്നു. പ്രൊട്രാക്ടർ വെച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? 72 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, 72 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലൈന് വെച്ച് വരയ്ക്കണം. ഇവിടെ ലൈന് ജോയിൻ ചെയ്യാം. ഇതേ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. അതിനുവേണ്ടി പ്രൊട്രാക്ടർ പിന്നെ എടുക്കുന്നു, ഇതേപോലെ നമ്മളുടെ സെന്ററിൽ വെക്കുന്നു, 72 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് 5, ഇത് മിസ് വരച്ചുകൊണ്ടാണ്, നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വരയ്ക്കണം. ഏകദേശം ഈ രൂപത്തിലേക്ക് വരും. 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 5 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു. അപ്പൊ ഓരോ ഭാഗത്തിനും 72 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എളുപ്പമാണ്. 2/5 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിൽ 2 ഭാഗത്തിന് കളർ കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ഭാഗത്തിന് കളർ കൊടുത്താൽ നമ്മുടെ 2/5 ആയി. ഇതേപോലെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം, എല്ലാ ഭിന്നസംഖ്യയും ചെയ്യാം. ചെയ്തു നോക്കുക.